ഹലോ, ഇന്ന് നമുക്ക് റയറായി കിട്ടുന്ന ഒരു സാധനം കൊണ്ടുള്ള കറിയാണ്. കൂണ് കറിയാണ്. നമുക്കൊരു 5-6 കൂണെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അച്ഛന് കിട്ടിയതാട്ടോ. ഇത് കൊണ്ടുവരുന്ന വഴിക്ക് തന്നെ വിരിഞ്ഞിട്ടുണ്ട്. 2-3 മാത്രമാണ് വിരിയാത്തത് കിട്ടിയിട്ടുള്ളേ. അപ്പൊ നമുക്കത് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. നമുക്ക് കടയിൽ നിന്ന് കൂണ് കിട്ടുന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ പൊട്ടി മുളച്ചിട്ട് കിട്ടുമ്പോൾ അത് കറി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആണല്ലേ. അപ്പൊ നമ്മളിതേ കൂണിന്റെ തോലൊക്കെ വൃത്തിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. നല്ല പൊടി മണ്ണും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വൃത്തിയാക്കി എടുത്ത കൂണിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ചൂടാക്കിയിട്ട് ഒഴിച്ച് വെക്കുകയാണ്. ഇതൊരു 5 മിനിറ്റ് അതിൽ കിടന്നൊന്ന് ചൂടാവട്ടെ. അതിലെന്തെങ്കിലും പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു ചീഞ്ചട്ടി ചൂടാക്കിയിട്ട് എണ്ണ ചൂടാക്കി പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. നമ്മൾ വറുത്തരച്ച കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് കൂടുതലുള്ള കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതേ മഞ്ഞൾപ്പൊടി ഇട്ട് ചൂടാക്കി, അതുപോലെ തന്നെ മല്ലിപ്പൊടി കുറച്ച് മുളകും പൊടി ഇട്ടിട്ട് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൊടികളൊക്കെ നന്നായിട്ട് ചൂടാക്കിയ ശേഷം കൂണെന്തേ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും തികയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതേ അതിലേക്ക് പൊടികൾ ചേർക്കുകയാണ്. ആ പൊടികളൊക്കെ ചേർത്ത ശേഷം അതിലേക്ക് ഇതേ ഉപ്പ് ചേർക്കുക കേട്ടോ. കല്ലുപ്പാണ് ചേർക്കണത്. കല്ലുപ്പും കൂടി ചേർത്ത് ഇളക്കിയിട്ടേ നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം കേട്ടോ. കൂണ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. നന്നായി വേവിക്കും കേട്ടോ ഈ കൂണൊക്കെ ഞങ്ങളിങ്ങനെ കിട്ടുന്ന കാരണം കൊണ്ട്. അപ്പോൾ അതേ കൂണ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. നമുക്ക് വറുത്തരച്ച കറിയാണല്ലോ. അപ്പോൾ അതിനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്, നാളികേരം ചിരകിയത്, കുറച്ച് ജീരകം, പെരുംജീരകമാണ് എടുത്തിട്ടുള്ളത്, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ആ ചീഞ്ചട്ടി ചൂടാക്കി എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതേ നാളികേരം ചേർത്തിട്ടുണ്ട്. ഇനി അത് വറുത്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്ന വരെ വറുത്തെടുക്കണം. എന്നിട്ട് വേണ്ടിട്ട് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായി വറുത്തെടുക്കണം. ഇതാ തേങ്ങയൊക്കെ വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാറാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഒരു കിണ്ണത്തിലേക്ക് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ സെയിം പാത്രം തന്നെ എടുത്തിട്ട് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ടേ ഇഞ്ചി ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഇതേ സവോള ചേർത്ത് വഴറ്റാണ് കേട്ടോ. ഒരു സവോള ചേർത്ത് വഴറ്റാം. അത് നന്നായി വാടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു തക്കാളിയും കൂടി ചേർക്കണം കേട്ടോ. നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കണത്. ആ സമയം കൊണ്ട് തന്നെ തേങ്ങ ഒന്ന് ചൂടാറി വരികയും ചെയ്യും. അപ്പോൾ ഇതേ തക്കാളിയും കൂടി ചേർത്ത് വഴറ്റി വെച്ചിട്ടുണ്ട്. ഇതവിടെ വഴറ്റിയിട്ട് മാറ്റി വെക്കാം. ആ സമയത്ത് തന്നെ നമ്മുടെ തേങ്ങ വറുക്കാട്ടോ. ഇതേ കൂൺ കറി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതേ നമ്മൾ വറുത്ത് വെച്ച തേങ്ങയില്ലേ, അതൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അരച്ച് ചേർക്കാം കേട്ടോ. ഇത് ഒരു 2-3 മിനിറ്റ് മതി തിളച്ച് വരാൻ വേണ്ടിയിട്ട്. അത് നന്നായി തിളയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നേരത്തെ തക്കാളി സബോള മിക്സിയില്ലേ അതും കൂടി അതിലേക്ക് ചേർത്ത് ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റും കൂടി തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ തക്കാളി സബോള മിക്സും കൂടി ചേർത്തിട്ട് അതും കൂടി ഇതേ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ കൂണ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂണ് വറുത്തരച്ചത് നമുക്ക് കുറച്ച് കൂണൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.